ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പാസ്തയാണ് കേട്ടോ. ടിഫിൻ ബോക്സിനകത്തൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പോകുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ ഈ ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ പാസ്തയാണ്, ആട്ടയുടെ പാസ്തയാണ്. അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകി എടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതാകുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മൈദയല്ല, ആട്ട ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ടിഫിൻ ബോക്സിനകത്തൊക്കെ കൊടുത്തു വിടാം. ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ആട്ട വെച്ചുള്ള പാസ്ത. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് വരുമേ. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ വെക്കാമേ. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാമേ. നല്ലോണം മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരണേ. സിമ്പിളാണ് കേട്ടോ, എളുപ്പം. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ടൈമില്ലെങ്കിൽ നമുക്ക് എളുപ്പം വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്ക് രാവിലെ ടിഫിൻ ബോക്സിനകത്ത് കൊടുത്തു വിടാൻ. നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് വെജിറ്റബിൾസും ബട്ടാണ, ക്യാരറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് പാസ്ത മസാലയാണ് കേട്ടോ, ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ ഈ മസാല ഇട്ടാൽ നല്ലതുപോലെ കഴിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിച്ചത് കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുമേ. നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചീസൊക്കെ ഇടാമേ. ചീസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ബട്ടർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ലതുപോലെ എല്ലാ ഭാഗത്തും പറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാമേ. നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറണം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാസ്ത. സിമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. പച്ചക്കറികളൊക്കെ തിന്നാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആട്ടയുടെ അതായത് ഗോതമ്പിൻ്റെ പാസ്ത മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. ഞാനത് ടിഫിൻ ബോക്സ് പാക്ക് ആക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ സാറ്റർഡേ മാത്രമേ ഇങ്ങനെയുള്ള ഫുഡ് കൊടുത്തു വിടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോഴെല്ലാം റൊട്ടി കറികളൊക്കെയാണ്. ചോറും അങ്ങനെ കൊടുത്തു വിടാൻ പറ്റത്തില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ പാസ്തയാണ് സ്പെഷ്യലായിട്ട് കൊടുത്തു വിട്ടത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.